ഹായ് സ്റ്റുഡൻസ്, MBA ഫസ്റ്റ് സെമസ്റ്റർ ബിസിനസ് കമ്മ്യൂണിക്കേഷനിലെ 4th മൊഡ്യൂളാണ് ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, റിട്ടൺ കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ ഫസ്റ്റ് വൺ, എ ബിസിനസ് ലെറ്റർ. എന്താണ് ബിസിനസ് ലെറ്റർ എന്ന് പറഞ്ഞാൽ? ബിസിനസ് ലെറ്റർ എന്ന് പറയുന്നത് ഫോർമൽ ആയിക്കൊണ്ട് ഒരു ഇൻഫോർമേഷൻ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു മെത്തേഡാണ് എന്ത് ബിസിനസ് ലെറ്റർ എന്ന് പറയുന്നത്. അതായത് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള വ്യക്തികൾ അല്ലെങ്കിൽ കമ്പനീസ് അല്ലെങ്കിൽ ഏതെങ്കിലും ഓർഗനൈസേഷൻസ് ഇത്തരം സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ ഇത്തരം പ്ലേസുകളിൽ ഫോർമലായിട്ടുള്ള ഇൻഫോർമേഷൻസ് പാസ് ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യാനോ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് എന്തെന്ന് പറയണത്, ബിസിനസ് ലെറ്റർ എന്ന് പറയണത്. അപ്പോൾ ഇത്തരം ഫോർമൽ ആയിക്കൊണ്ടുള്ള ബിസിനസ് ലെറ്റേഴ്സ് അധികം യൂസ് ചെയ്യുന്നത് ഈ ബാങ്കുകളിൽ, അതുപോലെ തന്നെ ഗവൺമെൻറ് ആയിട്ടുള്ള സ്ഥാപനങ്ങൾ, ഇൻഡിവിജ്വൽ പേഴ്സൺസ്, കമ്പനീസുകളിൽ, ഓർഗനൈസേഷനിൽ, ഇത്തരം പ്ലേസുകളിലാണ് ഇത്തരം ബിസിനസ് ലെറ്റേഴ്സ്, ഫോർമൽ ആയിട്ടുള്ള ഓരോ ഇൻഫർമേഷൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ബിസിനസ് ലെറ്റേഴ്സ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു കമ്പനിക്ക് മറ്റുള്ള കമ്പനിയിൽ നിന്ന് എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ കിട്ടണം, ഇത് ഫിനാൻഷ്യലിൻ്റെ ബേസിലോ അല്ലെങ്കിൽ സ്റ്റോക്കിൻ്റെ ബേസിലോ എന്തെങ്കിലും ബേസിലൊരു ഇൻഫർമേഷൻ കിട്ടണം എന്നുണ്ടെങ്കിൽ ആ ഒരു കമ്പനി ഇതിനനുബന്ധിച്ച് ഒരു ലെറ്റർ ഉണ്ടാക്കുകയാണ്. ആ ലെറ്റർ ഒരു ബിസിനസ് ലെറ്റർ വളരെ ഫോർമൽ ആയിക്കൊണ്ട് നല്ലൊരു ക്ലിയറോട് കൂടിയിട്ട് നമ്മൾ എന്താണോ എഴുതാൻ പോകുന്ന കാര്യം അത് ക്ലിയറോടും കൂടിയിട്ട് അതിൽ വ്യക്തമാക്കിയിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ പറയാൻ പോകുന്ന കാര്യം വളരെ ബ്രീഫ് ആക്കിയിട്ട് ചുരുക്കിക്കൊണ്ട് അവർക്ക് കാര്യം പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിൽ വളരെ കാമായിട്ട് വേണം നമ്മൾ ആ ഒരു കാര്യം അതിൽ എഴുതിയിട്ട് അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു കമ്പനി ആ ഒരു ബിസിനസ് ലെറ്റർ ഇവർക്ക് കിട്ടാനുള്ള ഇൻഫർമേഷൻ എന്തിൻ്റെ ബേസിലാണോ വേണ്ടത് ആ ഒരു കാര്യം അതിൽ എഴുതിയിട്ട് മറ്റൊരു കമ്പനിയിലോട്ട് പാസ് ചെയ്യുന്നു. അപ്പോൾ അതിനെയാണ് എന്തെന്ന് പറയണത്, ബിസിനസ് ലെറ്റർ എന്ന് പറയണത്. അപ്പോൾ ഇതിൻ്റെ ഉദ്ദേശം, ബിസിനസ് ലെറ്ററോടുള്ള ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടാനുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുവഴി അത് ലഭിക്കും. അതുപോലെ തന്നെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാനുണ്ടെങ്കിലും ഈ ഒരു ലെറ്റർ വഴി നമുക്ക് മുഖാന്തരം ലഭിക്കും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് എന്ത് ബിസിനസ് ലെറ്റർ. നെക്സ്റ്റ്, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബിസിനസ് ലെറ്റർ ആണ്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഫോർമൽ ലാംഗ്വേജ്. അതായത് ഒരു ബിസിനസ് ലെറ്റർ എഴുതുന്ന സമയത്ത് നമ്മൾ വളരെ ഫോർമൽ ആയിട്ട് വേണം ആ ഒരു ലെറ്ററിൽ നമ്മൾ റിട്ടേൺ ആയിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ. ഒരിക്കലും നമ്മുടെ സ്ലാങ് ഡിഫറെൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഇൻഫോർമൽ ആയിക്കാണ്ടൊന്നും എഴുതാൻ പാടില്ല. വളരെ പ്രൊഫഷണൽ ആയിക്കൊണ്ട് വേണം നമ്മൾ ആ ഒരു ലെറ്ററിൽ എഴുതാൻ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹായ് ബഡ്ഡി അങ്ങനെ എഴുതാൻ പാടില്ല. നമ്മൾ ഡിയർ സർ ഓർ ഡിയർ മാഡം അങ്ങനെ വളരെ റെസ്പെക്ട്ഫുൾ ആയിട്ട് ഒരു ഫോർമൽ ആയിട്ട് പ്രൊഫഷണൽ ആയിക്കൊണ്ട് വേണം നമ്മളതിൽ ഫോർമൽ ലാംഗ്വേജ് യൂസ് ചെയ്യാം. നെക്സ്റ്റ് വേണമെന്ന് പറയുന്നത് ക്ലിയർ പേർപ്പസ്. നമ്മൾ എന്തിനാണോ ആ ഒരു ബിസിനസ് ലെറ്റർ എഴുതുന്നത് അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ക്ലിയർ ആയിട്ട് എഴുതിയിരിക്കണം. ഇപ്പോൾ നമ്മൾ ഇൻഡയറക്റ്റ് ആയിക്കാണ്ടൊക്കെ പറയാമല്ലോ, അങ്ങനെ പറയാതെ നമ്മൾ എന്തിനാണോ ഈ ഒരു കത്ത് എഴുതാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ പേർപ്പസ്, ആവശ്യകത എന്താണോ അത് ക്ലിയർ ആയിട്ട് അവിടെ എഴുതിയിരിക്കണം. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങളുടെ കമ്പനിയിൽ നിന്നും എത്രത്തോളം സ്റ്റോക്ക് എടുക്കുന്നു, അതിൻ്റെ വില എത്രത്തോളം അറിയണം എന്ന് ആഗ്രഹിക്കുന്നു, അങ്ങനെ നമ്മൾ കൃത്യമായിട്ട് അവിടെ എഴുതിയിരിക്കണം. നെക്സ്റ്റ്, സ്റ്റാൻഡേർഡ് സ്ട്രക്ചർ. അതായത് ഒരു ബിസിനസ് ലെറ്റർ എന്ന് പറയുമ്പോൾ അതിനൊരു ഫോർമാറ്റ് ഉണ്ടാകും. ഇപ്പോൾ ഒരു ഫോർമാറ്റ്, അതായത് ഈ എഴുതുന്ന ആളുടെ ആരാണോ ഈ ഒരു ബിസിനസ് ലെറ്റർ എഴുതുന്നത് അവരുടെ അഡ്രസ്സ്, ആർക്കാണോ എഴുതുന്നത് അവരുടെ അഡ്രസ്സ്, പിന്നെ സാലുറ്റേഷൻ, ബോഡി, ക്ലോസിംഗ്, ഇങ്ങനൊരു ഫോർമാറ്റ് ഉണ്ടാവും. അത് കൃത്യമായിട്ട് പാലിക്കണം. ആ ഒരു ഫെയ്ത്ത്ഫുള്ളി എല്ലാം യൂസ് ചെയ്തുകൊണ്ട് ആ ഒരു ബിസിനസ് ലെറ്ററിൻ്റെ ഫോർമാറ്റിൽ വേണം നമ്മൾ ലെറ്റേഴ്സ് എഴുതാൻ. ദെൻ കോൺസൈസ്നെസ്, അതായത് ക്ലിയർ ആയിട്ടുള്ള വേർഡ്സ് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. നമ്മൾ ജാർഗൺ ആയിക്കൊണ്ട് അവരെ കൺഫ്യൂഷൻ ചെയ്യിപ്പിക്കാനുള്ള വേർഡ്സ് ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല. ക്ലിയർ ആവണ വേർഡ്സ്, അതായത് അവരുടെ കൂടുതൽ കൺഫ്യൂഷനിലോട്ട് കൊണ്ടുപോവാതെ അവർക്ക് മനസ്സിലാവുന്ന ഈസി ആയിട്ട് അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന വേർഡ്സുകളായിരിക്കണം ആ ഒരു ബിസിനസ് ലെറ്ററിൽ യൂസ് ചെയ്യേണ്ടത്. നെക്സ്റ്റ്, പ്രൊഫഷണൽ പ്രസൻറ്റേഷൻ. അതായത് നമ്മൾ ഗ്രാമർ മിസ്റ്റേക്ക്, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇതൊന്നും ഉണ്ടാകാൻ പാടില്ല. വളരെ പ്രൊഫഷണൽ ആയിട്ട് വേണം ആ ഒരു ബിസിനസ് ലെറ്റർ റിട്ടേൺ ചെയ്യാൻ വേണ്ടിയിട്ട്. വളരെ സിമ്പിളായിട്ട് ഗ്രാമർ മിസ്റ്റേക്സോ സ്പെല്ലിംഗ് മിസ്റ്റേക്കോ ഒന്നുമില്ലാതെ വളരെ പ്രൊഫഷണൽ ആയിട്ട് വേണം നമ്മളൊരു ബിസിനസ് ലെറ്റർ റെഡിയാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് ഒരു ബിസിനസ് ലെറ്ററിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് വരുന്നത്.
നെക്സ്റ്റ് യൂസസ് ഓഫ് ബിസിനസ് ലെറ്റർ, അതായത് ബിസിനസ് ലെറ്റർ കൊണ്ടുണ്ടാകുന്ന ഉപകാരങ്ങൾ. ഫസ്റ്റ് വൺ, കമ്മ്യൂണിക്കേഷൻ. അതായത് ഇപ്പോൾ നമുക്ക് അവിടെ എന്തെങ്കിലും ഇപ്പോൾ ഒരു ബിസിനസ്സിന്, ഒരു കമ്പനിക്ക് മറ്റൊരു കമ്പനിയുമായിട്ട് എന്തെങ്കിലും കമ്മ്യൂണിക്കേഷൻ ചെയ്യണം. അതായത് അവിടെ ഇപ്പോൾ സ്റ്റോക്ക് എത്ര രൂപക്ക് എന്തെങ്കിലും ഇൻഫോർമേഷൻസ് ആ ഒരു കമ്പനിയിൽ നിന്നും കിട്ടണം എന്നുണ്ടെങ്കിൽ അത്തരം സന്ദർഭങ്ങളിൽ ഈ ബിസിനസ് ലെറ്റേഴ്സ് നമുക്ക് യൂസ്ഫുൾ ആകുന്നു. കാരണം ഒരു കമ്പനി മറ്റൊരു കമ്പനിയിൽ നിന്നും ഇൻഫോർമേഷൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ബിസിനസ് ലെറ്റർ മുഖാന്തരം മറ്റൊരു കമ്പനിയിലോട്ട് അയക്കുന്നു. അങ്ങനെ അവിടെയുള്ള ഇൻഫോർമേഷൻസ് നമുക്ക് കിട്ടണം. ഒരു കമ്പനിയിൽ നിന്ന് മറ്റൊരു കമ്പനിക്ക് ബിസിനസ് ലെറ്റർ അയച്ചുകൊണ്ട് അവിടെയുള്ള ഇൻഫോർമേഷൻസ്, നമുക്ക് ആവശ്യമായിട്ടുള്ള ഇൻഫോർമേഷൻസ് എന്തൊക്കെയാണോ അത് നമുക്ക് ലഭിക്കുകയാണ് ചെയ്യുന്നത്. ദെൻ സെക്കൻഡ് വൺ ഈസ് റിക്വസ്റ്റിംഗ് ഇൻഫോർമേഷൻ. നമുക്ക് എന്തെങ്കിലും ഇൻഫോർമേഷൻ അറിയണം എന്നുണ്ടെങ്കിൽ ബിസിനസ് ലെറ്റർ മുഖാന്തരം ആ ഒരു ഇൻഫോർമേഷനും അറിയണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു റിക്വസ്റ്റ് അങ്ങോട്ട് അയക്കണം. അപ്പോൾ ആ റിക്വസ്റ്റ് അവർ അക്സെപ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവർ ബിസിനസ് ലെറ്റർ മുഖാന്തരം അവരെന്ത് ചെയ്യുന്നു, ഇൻഫോർമേഷൻസ് അയക്കും. ഓക്കെ. ദെൻ തേർഡ് വൺ ഈസ് ബിൽഡിംഗ് റിലേഷൻഷിപ്പ്. അതായത് ഒരു സ്ഥാപനത്തിലെ ഒരു വ്യക്തിക്ക് മറ്റൊരു സ്ഥാപനത്തിലെ വ്യക്തിയുമായിട്ട് അവരുടെ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം, അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ് അല്ലെങ്കിൽ ഡീലറ് അങ്ങനത്തെ എന്തെങ്കിലും ആവശ്യകത ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത്തരം റിലേഷൻഷിപ്പ് നമുക്ക് ബിസിനസ് ലെറ്റർ മുഖാന്തരം ബിൽഡ് ചെയ്യാൻ പറ്റുന്നു. നെക്സ്റ്റ്, പ്രോബ്ലം റെസൊല്യൂഷൻ. അതായത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുക, ആ ഒരു പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്തരം ബിസിനസ് ലെറ്റേഴ്സ് നമുക്ക് അവിടെ ഉപകാരപ്പെടും. നെക്സ്റ്റ്, ലീഗൽ ഡോക്യുമെൻറ്റേഷൻ. അതായത് നമ്മൾ ലീഗലി എന്തെങ്കിലും ഡോക്യുമെൻറ്റിൻ്റെ കേസുമായി ഉൾപ്പെടുത്തിയിട്ട് നമുക്കത് ബിസിനസ് ലെറ്റർ മുഖാന്തരം കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് ബിസിനസ് ലെറ്റേഴ്സ് കൊണ്ടുള്ള യൂസസ്. നെക്സ്റ്റ് ടോപ്പിക്ക് ബിസിനസ് ലെറ്റർ മോഡൽസ് ആണ്. അതായത് പല രീതിയിലോട്ടുള്ള മോഡൽസ് ഉണ്ട് ലെറ്ററിൽ. അതിൽ ഫസ്റ്റ് വൺ ആണ് ബ്ലോക്ക് സ്റ്റൈൽ. ബ്ലോക്ക് സ്റ്റൈൽ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു ലെറ്റർ എഴുതുന്ന സമയത്ത് അതിൻ്റെ പാരഗ്രാഫൊക്കെ ലെഫ്റ്റ് അലൈൻമെൻറ്റാണ് വരിക. അതുപോലെ തന്നെ അവിടെ നമുക്ക് ഇൻറ്റൻഷൻ ഉണ്ടാവില്ല. അതായത് നമ്മളിപ്പോൾ ഒരു പാരഗ്രാഫ് എഴുതി കഴിഞ്ഞാൽ ഒരു ഡബിൾ സ്പേസ്, ഒരു സ്പേസ് വിട്ട് ഡബിൾ സ്പേസ് വിടും, എന്നിട്ടാണ് അടുത്ത പാരഗ്രാഫിലോട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഡേറ്റ്, അതിൻ്റെ ബോഡി, സാലുറ്റേഷൻസ് ഇതൊക്കെ എഴുതുന്ന സമയത്ത് എല്ലാം ലെഫ്റ്റ് മാർജിനോട് അറ്റാച്ച് ചെയ്തിട്ടാണ് എഴുതുക. എല്ലാം ലെഫ്റ്റ് മാർജിൻ സൈഡിലാണ് എല്ലാ കാര്യങ്ങളും എഴുതുക. ഇപ്പോൾ എക്സാമ്പിൾ ഇപ്പോൾ ഡിയർ സർ ഓർ ഡിയർ മാഡം അങ്ങനത്തെ കേസുകളൊക്കെ നമ്മൾ ലെഫ്റ്റ് മാർജിനിലാണ്. ദെൻ ക്ലോസിങ്, സാലുറ്റേഷൻ മീൻസ് ഡിയർ മാം, ഡിയർ സർ ഇതൊക്കെ ലെഫ്റ്റ് മാർജിനിലാണ് വരിക. അതായത് ഇത്തരം വേർഡ്സ് സാലുറ്റേഷനും ക്ലോസിംഗ് എന്ന് പറയുമ്പോൾ വളരെ റെസ്പെക്റ്റ്ഫുൾ ആയിട്ട് ഡിയർ മാം അല്ലെങ്കിൽ ഡിയർ സർ എന്നുള്ള വേർഡ്സ് യൂസ് ചെയ്തിട്ടാണ് അവിടെ എഴുതുക. അതുപോലെ തന്നെ ക്ലോസിങ്ങിൻ്റെ ഭാഗത്ത് യുവർ സിൻസിയാരിറ്റി ഓർ യുവർ ഫെയ്ത്ത്ഫുള്ളി പറഞ്ഞിട്ട് നമ്മൾ ആ ഒരു റെസ്പെക്റ്റ് വേർഡ്സ് ഒക്കെ യൂസ് ചെയ്യും. പിന്നെ പറയണത് ഇവിടെ ഹൈ ഫോർമാലിറ്റി കരം. അതായത് ഇത്തരം ഈ ഒരു ബ്ലോക്ക് സ്റ്റൈൽ ലെറ്റേഴ്സ് ഒക്കെ ഇപ്പോൾ കൂടുതൽ യൂസ് ചെയ്യുന്നത് പ്രൊഫഷണൽസിന് വേണ്ടിയിട്ടാണ്. അതായത് ഇന്നത്തെ കാലത്ത് ഇത്തരം ലെറ്റേഴ്സ് ആണ്, ഇത്തരം സ്റ്റൈലാണ് യൂസ് ചെയ്യുന്നത് ലെറ്ററുകളിലൊക്കെ. കാരണം ഇതൊരു പ്രൊഫഷണലി വേണ്ടിയിട്ടുള്ള പ്രൊഫഷണൽ കാര്യങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യുന്ന ലെറ്റർ സ്റ്റൈലാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ കാലത്ത് കൂടുതൽ ആൾക്കാരും എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്ത് വരുന്നത്. ഇത് വളരെ ഹൈ ഫോർമാലിറ്റിയാണ്. വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ളതും ക്ലിയർ ആയിട്ടുള്ളതും വളരെ റെസ്പെക്റ്റ്ഫുൾ ആയിട്ടും കാം ആയിട്ടുള്ളൊരു ബിസിനസ് ലെറ്റർ സ്റ്റൈലാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പിക്ചർ കാണിച്ചാൽ എങ്ങനെയാണ് ഇതിൻ്റെ ഫോം വരുന്നത് എന്ന്. അത് കാണാം, ലെഫ്റ്റ് അലൈൻമെൻ്റ് ആണ്. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ആവുന്നത് ലെഫ്റ്റ് മാർജിൻ്റെ അവിടെയാണ്. പിന്നെ നമ്മൾ ഒരു പാരഗ്രാഫ് കഴിഞ്ഞാൽ 2 ഡബിൾ സ്പേസ് കഴിഞ്ഞതിന് ശേഷമാണ് അടുത്ത പാരഗ്രാഫിലോട്ട് വരുന്നത്. പിന്നെ നമ്മളവിടെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ക്ലോസിംഗ് ഭാഗത്ത് യുവർ സിൻസിയാരിറ്റി അല്ലെങ്കിൽ യുവർ ഫെയ്ത്ത്ഫുള്ളി, ഡിയർ മാം ഓർ ഡിയർ അങ്ങനെയാണ് സാലുറ്റേഷൻ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ദ ബ്ലോക്ക് സ്റ്റൈലിൻ്റെ ആ ഒരു ഫോർമാറ്റ്. അതാണ് മോഡിഫൈഡ് ബ്ലോക്ക് സ്റ്റൈല്. അപ്പോൾ ഇവിടെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ലെറ്റർ എഴുതുന്ന സമയത്ത് ആ ഒരു ലെറ്ററിൻ്റെ ഉള്ളടക്കം, ബോഡി, അത് നമ്മുടെ ലെഫ്റ്റ് അലൈൻമെൻറ്റിൽ തന്നെയാണ് വരിക. അതായത് ബോഡി മാത്രം ലെഫ്റ്റ് അലൈൻമെൻറ്റിൽ, അതായത് ഒരു ലെറ്ററിൻ്റെ ഉള്ളടക്കം ഫുള്ള് ലെഫ്റ്റ് അലൈൻമെൻറ്റിലാണ് വരിക. അതുപോലെ തന്നെ ഈ ഡേറ്റ്, ക്ലോസിങ്, സിഗ്നേച്ചർ ഇതൊക്കെ എവിടെ വരണമെന്ന് വെച്ചാൽ ഒന്നെങ്കിൽ ആ ഒരു ലെറ്ററിൻ്റെ സെൻറ്ററിലോ അല്ലെങ്കിൽ റൈറ്റ് ഓഫ് ദ പേജിൻ്റെ റൈറ്റ് ഭാഗത്തുമാണ് ഈ 3 കേസുകളും വരിക. പിന്നീട് പറയണത് ക്ലോസിങ് വളരെ ഫോർമാലിറ്റിയോട് കൂടിയിട്ടുള്ളതാണ്. അതായത് ഒന്നെങ്കിൽ കോംപ്ലിമെൻ്ററി ക്ലോസിങ് ആയിരിക്കണം, അതായത് യുവർ ഫെയ്ത്ത്ഫുള്ളി ഓർ യുവർ സിൻസിയർലി അങ്ങനെ പറഞ്ഞുകൊണ്ടായിരിക്കണം. അതുപോലെ തന്നെ സാലുറ്റേഷൻ ഓൾസോ വെരി ഫോർമാലിറ്റി ആണ്. അതായത് ഡിയർ സർ, ഡിയർ മാം ആ ഒരു രീതിയിലോട്ട് വേണം സാലുറ്ററി നമ്മൾ അവിടെ അപ്ലൈ ചെയ്യാനും.
നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇൻറ്റൻഷൻ ഒന്നും ഇല്ല, പക്ഷേ നമ്മൾ ഒരു പാരഗ്രാഫ് കഴിഞ്ഞാൽ ഡബിൾ സ്പേസ് വിടണം. ഓക്കെ, ഇതിൻ്റെ ജസ്റ്റ് ഒരു ഫോർമാറ്റ് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് മുന്നേ ഇതൊരു ഹൈ ഫോർമാലിറ്റിയാണ്. അതായത് നമ്മൾ നേരത്തെ പഠിച്ച ബ്ലോക്ക് സ്റ്റൈൽ ഉണ്ടാവുമല്ലോ, ഒരു ബിസിനസ് ലെറ്ററിൻ്റെ ബ്ലോക്ക് സ്റ്റൈൽ ഫോർമാറ്റ്. അപ്പോൾ അതിനേക്കാൾ കൂടുതൽ ബാലൻസിങ് ആണ് ഇത്. അതായത് ഇത് കൊടുക്കുന്ന വ്യക്തികൾക്ക് ഈ ഒരു ബിസിനസ് ലെറ്റർ കൊടുക്കുമ്പോൾ അവർക്ക് കൂടുതൽ മറ്റേ ബ്ലോക്ക് സ്റ്റൈലിനേക്കാൾ കുറച്ചുകൂടി ബാലൻസിങ് ആയിട്ടുള്ള ലെറ്റർ ഫോർമാറ്റാണ് ഏത് മോഡിഫൈഡ് ബ്ലോക്ക് സ്റ്റൈൽ എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഫോർമാറ്റ് വരുന്നത്. സ്പേസ് 2 വിട്ടുകൊണ്ടും ഡേറ്റിൻ്റെ ഒക്കെ ഒന്നിക്ക് സെൻറ്റർ അല്ലെങ്കിൽ റൈറ്റ് ഭാഗത്ത് അറ്റാച്ച് ചെയ്തുകൊണ്ടൊക്കെയാണ് വരുന്നത്. നെക്സ്റ്റ് വണ്ണാണ് സെമി ബ്ലോക്ക് സ്റ്റൈൽ. ഇവിടെ ഒരു ലെറ്റർ എഴുതാൻ തുടങ്ങുന്ന സമയത്ത് അതിൽ നമ്മൾ പാരഗ്രാഫ് എഴുതുമ്പോൾ അവിടെ ഇൻറ്റൻഷൻ ഉണ്ട്. ഇൻറ്റൻഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, അതായത് ഒരു പാരഗ്രാഫ് തുടങ്ങുന്ന സമയത്ത് അതിൽ ഫസ്റ്റ് ലൈൻ കുറച്ച് സ്പേസ് വിട്ടിട്ടായിരിക്കും നമ്മൾ തുടങ്ങുക. അപ്പോൾ ഇങ്ങനത്തെ സെമി ബ്ലോക്ക് സ്റ്റൈലിൽ ഒരു പാരഗ്രാഫ് തുടങ്ങുന്ന സമയത്ത് അതിൻ്റെ ഫസ്റ്റ് ലൈന് കുറച്ച് സ്പേസ് വിട്ട് കഴിഞ്ഞതിന് ശേഷമാണ് എഴുതാൻ തുടങ്ങുക. അപ്പോൾ അവിടെ ഇൻറ്റൻഷൻ ഉണ്ട്. എന്നിട്ട് ബാക്കിയുള്ള ബോഡികൾ, അതായത് ബാക്കിയുള്ള പാരഗ്രാഫൊക്കെ നമ്മൾ ലെഫ്റ്റ് അലൈൻമെൻറ്റ് ആ രീതിയിലോട്ട് നമ്മൾ എഴുതി വരിക. ഓക്കെ, അപ്പോൾ അതാണ് പാരഗ്രാഫിൻ്റെ കേസിൽ പറയാനുള്ളത്. പിന്നെ നമ്മൾ പറയുന്ന പോലെ തന്നെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കോംപ്ലിമെൻ്ററി ക്ലോസിങ്ങും സ്റ്റാൻഡേർഡ് സാലിറ്റേഷനാണ്. അതായത് നമ്മൾ ഡിയർ മാം ഓർ ഡിയർ സർ അത്തരം സ്റ്റാൻഡേർഡ് സാലിറ്റേഷനാണ് യൂസ് ചെയ്യുക. അതുപോലെ തന്നെ കോംപ്ലിമെൻ്ററി ക്ലോസിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ യുവർ സിൻസിയാരിറ്റി ഓർ യുവർ ഫെയ്ത്ത്ഫുള്ളി അത്തരം വേർഡ്സുകളാണ് കോംപ്ലിമെൻ്ററി ക്ലോസിങ്ങിന് യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ പറയുന്നത് ഡേറ്റ്, ക്ലോസിങ്, അതുപോലെ തന്നെ സിഗ്നേച്ചർ. ഇതൊക്കെ ഒന്നെങ്കിൽ സെൻറ്ററിൽ അല്ലെങ്കിൽ റൈറ്റ് സൈഡ് ഓഫ് ദ പേജ് ഇവിടെയാണ് നമ്മളത് എഴുതി ചേർക്കുന്നത്. പിന്നെ ഇവിടെ പറയുമ്പോൾ ഇത് ഹൈ ഫോർമാലിറ്റി ഒന്നുമല്ല, ഒരു നോർമൽ ഫോർമലാണ്. ഇത് പണ്ട് മുതൽക്ക് ട്രഡീഷണൽ ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ഓൾഡ് ഫോർമാറ്റാണ്. അതായത് പണ്ടുള്ള ഒരു ഫോർമൽ ഫോർമാറ്റാണ്. അതുകൊണ്ട് ഫോർമലാണ്, പക്ഷേ ഹൈ ഫോർമൽ അല്ല. നമ്മൾ ട്രഡീഷണൽ ആയിട്ട് യൂസ് ചെയ്ത് കൊണ്ടുവരുന്ന ഒരു ഫോർമലായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ലെറ്റർ ആയിരുന്നു. അപ്പോൾ ഇതാണ് എന്ത് സെമി ബ്ലോക്ക് സ്റ്റൈൽ എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ഫോർമാറ്റ് ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് സ്റ്റൈലാണ് ഇൻറ്റൻറ്റഡ് സ്റ്റൈൽ. അപ്പോൾ ഇവിടെ നമ്മൾ എന്താണ്, അതായത് നമ്മൾ പാരഗ്രാഫ് എഴുതുന്ന സമയത്ത് ഓരോ പാരഗ്രാഫിൽ നമ്മൾ സ്പേസ് ഇടും. നമ്മൾ സെമിയിൽ പറഞ്ഞ പോലെ തന്നെയാണ് ഓരോ പാരഗ്രാഫ് തുടങ്ങുമ്പോഴും അതിൻ്റെ ഫസ്റ്റ് ലൈനിൽ കുറച്ച് സ്പേസ് വിട്ടിട്ടാണ് നമ്മൾ എഴുതാൻ തുടങ്ങുക. അപ്പോൾ പാരഗ്രാഫിൻ്റെ കേസ് അങ്ങനെയാണ്. പിന്നെ വരുന്നത് ഇവിടെ കോംപ്ലിമെൻ്ററി ക്ലോസിങ്ങും അതുപോലെ തന്നെ ഈ ഒരു സെൻറ്ററിൻ്റെ അഡ്രസ്സ് ആരാണോ അയച്ചത് അയാളുടെ അഡ്രസ്സും അതുപോലെ തന്നെ ഡേറ്റ് ഇതൊക്കെ ഈ ഒരു പേജിൻ്റെ റൈറ്റ് മാർജിനിലാണ് വരാൻ ചാൻസ്. മേ ബി ചിലപ്പോൾ എന്നാണ് പറഞ്ഞത്, മേ ബി അത് റൈറ്റ് മാർജിനിലാണ് വരിക. പിന്നെ അതിൻ്റെ കോംപ്ലിമെൻ്ററി ക്ലോസിംഗ് ഉണ്ട്, അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് സാലിറ്റേഷൻ ഉണ്ട്. നമ്മൾ സാധാരണ രീതിയിൽ തന്നെ കോംപ്ലിമെൻ്ററി ക്ലോസിംഗ് ഒക്കെയാണ് വരുന്നത്. പിന്നെ വരുന്നത് ഇവിടെ ഹൈ ഫോർമൽ എന്നല്ല, ഒരു ചെറിയ രീതിയിലുള്ള ഫോർമലാണ്. അതായത് ഇത് പണ്ട് മുതലേ നമ്മൾ പറഞ്ഞു സെമിനേക്കാൾ പണ്ട് മുതലേ, സെമിയിൽ പറഞ്ഞ ട്രഡീഷണൽ ഫോർമാറ്റാണ് ഇത്. അതുക്കും പണ്ട് മുതലുള്ളൊരു ഓർഡർ ഫോർമാറ്റാണ്. ഇന്നത്തെ കാലത്ത് ഇത് അധികം ആൾക്കാർ യൂസ് ചെയ്യൂല. പിന്നെ പണ്ട് മുതലേ എന്തെങ്കിലും ഇപ്പോൾ ഈ സ്വത്തുക്കളൊക്കെ കൈമാറി വരുമ്പോഴുള്ള രേഖകളൊക്കെ ഡോക്യുമെൻ്റ് ഉണ്ടാവുമല്ലോ, അങ്ങനത്തെ കേസിൽ മാത്രമേ ഇത്തരം ബിസിനസ് ലെറ്റേഴ്സ് യൂസ് ചെയ്യുള്ളൂ. പണ്ട് മുതലേ ഉള്ള ഒരു ഫോർമാറ്റാണ്. ഇന്നത്തെ കാലത്ത് ഇതൊരു ആരും യൂസ് ചെയ്യണില്ല. അപ്പോൾ ഇതാണ് ഇൻറ്റൻറ്റഡ് സ്റ്റൈൽ പറയുന്നത്. ഈ ഒരു ഫോർമാറ്റിലാണ് ഇൻറ്റൻറ്റഡ് സ്റ്റൈൽ ഉണ്ടാവുക. അടുത്തത് സിംപ്ലിഫൈഡ് സ്റ്റൈല്. അതായത് ഇവിടെ എങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ എല്ലാതും ഇവിടെ പ്രത്യേകിച്ച് ഇൻറ്റൻഷൻ ഇല്ല, അതുപോലെ തന്നെ ഡബിൾ സ്പേസ്, ഒരു പാരഗ്രാഫ് കഴിഞ്ഞാൽ ഡബിൾ സ്പേസ് അങ്ങനെയൊന്നുമില്ല. ഇവിടെ നേരെ എഴുതി പോവാണ്. അതുപോലെ തന്നെ ഇവിടെ എന്താണ്, ഒരു കോംപ്ലിമെൻ്ററി ക്ലോസിങ് ഇല്ല, സ്റ്റാൻഡേർഡ് സാലുറ്റേഷൻ ഇല്ല. അതുപോലെ തന്നെ ഈ പാരഗ്രാഫൊക്കെ ലെഫ്റ്റ് അലൈൻമെൻറ്റിൽ തന്നെയാണ് വരുന്നത്. അതുപോലെ തന്നെ ഡേറ്റ്, സിഗ്നേച്ചർ ഇതൊക്കെ ലെഫ്റ്റ് മാർജിന്മേ അറ്റാച്ച്ഡ് ആയിട്ടാണ് വരുന്നത്. ഇവിടെ നമ്മൾ പറഞ്ഞു എന്താണ്, ഒരു സ്റ്റാൻഡേർഡ് സാലുറ്റേഷൻ ഇല്ല, അതുപോലെ തന്നെ കോംപ്ലിമെൻ്ററി ക്ലോസിങ് ഇങ്ങനത്തെ ഒന്നുമില്ല. മറിച്ച് ഇവിടെ ഒരു കാര്യം എക്സ്ട്രാ ആയിട്ട് വരുന്നുണ്ട്, സബ്ജക്റ്റ് ലൈന്. ഇവിടെ സബ്ജക്റ്റ് ലൈൻ ഉണ്ടാകും. അതുമാത്രമല്ല ഈ സബ്ജക്റ്റ് ലൈൻ എഴുതേണ്ടത് ഫുള്ള് ക്യാപ്സ് ലോക്കിലാണ്. അതായത് ഫുള്ള് നമ്മുടെ ക്യാപിറ്റൽ ലെറ്റേഴ്സിലാണ് ഇവിടെ സബ്ജക്റ്റ് ലൈൻ എഴുതേണ്ടി വരിക.
ഇവിടെ എന്ന് പറയുമ്പോൾ ഇത് ഫോർമലാണ്, അതുപോലെ തന്നെ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ഫോർമൽ ആയിട്ടുള്ള ഒരു മെത്തേഡ് തന്നെയാണ്, അല്ലാതെ ഇംപേഴ്സണൽ ആയിട്ടുള്ള ഒന്നുമല്ല. പക്ഷേ ഇവിടെ ഇത്തരം ബിസിനസ് ലെറ്റേഴ്സ് ഇവിടെ കൊടുക്കുന്നത് ഓരോ വ്യക്തികൾക്ക്, അതായത് ഈച്ച് പേഴ്സൺസിനാണ്, പല പല വ്യക്തികൾക്കായിരിക്കും. അതായത് ഇപ്പോൾ ഈ നോട്ടീസ്, അതായത് ഇപ്പോൾ പല പല വ്യക്തികൾക്ക്, ഇപ്പോൾ നോട്ടീസ് അല്ലെങ്കിൽ അങ്ങനത്തെ ഓരോരോ നോട്ടീസ്. ഈ നോട്ടീസ് എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് ആർക്കാണ് കൊടുക്കുന്നത്, ആര് കൊടുക്കുന്നു, ഇങ്ങനെയൊന്നും എഴുതേണ്ട ആവശ്യമില്ല. സെൻറ്റർ അഡ്രസ്സോ ഒന്നും എഴുതേണ്ട ആവശ്യമില്ല, വേണ്ടല്ലോ. അപ്പോൾ ഇത് നമുക്ക് ആർക്കും ആണെങ്കിലും കൊടുക്കാം. മറിച്ച് ആ കൊടുക്കുന്ന ആളെ പേര് അറിയില്ലെങ്കിൽ പോലും ഇങ്ങനത്തെ സിറ്റുവേഷനിൽ കൊടുക്കാൻ പറ്റുന്ന ബിസിനസ് ലെറ്റേഴ്സാണ് നോട്ടീസ്. അപ്പോൾ ഈ നോട്ടീസ് ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെയാണ് ഇത്തരം സ്റ്റൈൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ഫോർമാറ്റ് വരുന്നത്. നെക്സ്റ്റ് ഒരു സ്റ്റൈലാണ് മെമ്മോ സ്റ്റൈല്. ഇവിടെ പറയുമ്പോൾ ഫുള്ള് ലെഫ്റ്റ് അലൈൻമെൻ്റ് ആയിരിക്കും. അതുപോലെ തന്നെ ഇവിടെ സാലിറ്റേഷനും ഉണ്ടാവില്ല, അതുപോലെ തന്നെ കോംപ്ലിമെൻ്ററി ക്ലോസിങ്ങും, ഈ രണ്ട് സംഭവങ്ങൾ അവിടെ ഉണ്ടാവില്ല. മറിച്ച് അവിടെ കൊടുക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ടു, ഫ്രം, ഡേറ്റ്, സബ്ജക്റ്റ്, ഈ 4 കാര്യങ്ങളാണ് അവിടെ കൊടുക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ ഒരു ഇൻഫോർമൽ ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് പാസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ബിസിനസ് ലെറ്ററാണ് മെമ്മോ സ്റ്റൈൽ എന്ന് പറയുന്നത്. അതായത് ഇത് അവിടെ ബിസിനസ്സിൻ്റെ ഇൻറ്റേർണലി ഉണ്ടാകുന്ന കാര്യങ്ങൾ, ഒരു ബിസിനസ്, ഒരു കമ്പനീൻ്റെ ഇൻറ്റേർണലി അതിൻ്റെ ഉള്ളിലുണ്ടാകുന്ന കാര്യങ്ങൾ അവിടുത്തെ എംപ്ലോയീസിനെ അറിയിക്കാനും അവർക്ക് അതിൻ്റെ ഇൻഫോർമേഷൻസ് കൊടുക്കാനും ഒക്കെ വേണ്ടിയിട്ടുള്ള ഒരു ബിസിനസ് ഫോർമാറ്റാണ് എന്തെന്ന് പറയുന്നത് മെമ്മോ സ്റ്റൈൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഫിഗർ കാണിച്ചു തരാം. അപ്പോൾ ഇതൊക്കെയാണ് ഒരു ബിസിനസ് ലെറ്ററിൻ്റെ സ്റ്റൈൽസ്. ഇത്രയും 6 സ്റ്റൈൽസാണുള്ളത്. നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ടൈപ്സ് ഓഫ് ബിസിനസ് ലെറ്റർ. നെക്സ്റ്റ് ടോപ്പിക്കാണ് ടൈപ്സ് ഓഫ് ബിസിനസ് ലെറ്റേഴ്സ്. എൻക്വയറി ലെറ്റർ എന്ന് പറയുമ്പോൾ ഇപ്പം നമുക്കൊരു പ്രൊഡക്റ്റിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ ഒരു സർവീസിനെ കുറിച്ചിട്ടോ നമുക്ക് ഇൻഫോർമേഷൻ കിട്ടണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിൻ്റെ പേരിൽ ഇതിൽ ഇൻഫോർമേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ലെറ്റർ അയക്കുന്നു. അതിനെയാണ് എൻക്വയറി ലെറ്റർ. അതായത് എൻക്വയറി ലെറ്റർ എന്ന് പറയുമ്പോൾ അന്വേഷണത്തിൻ്റെ കത്ത്. അതായത് നമുക്കൊരു കാര്യത്തെക്കുറിച്ച് അതിൻ്റെ ഒരു ആൻസർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിന് ഒരു എൻക്വയറി ലെറ്റർ, അതിൻ്റെ ഒരു ആൻസർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊരു ലെറ്റർ എഴുതുന്നു. അതിനെയാണ് എൻക്വയറി ലെറ്റർ എന്ന് പറയുന്നത്. ഇത് എപ്പോഴാണ് നമ്മൾ യൂസ് ചെയ്യാം, അതായത് ഒരു കാര്യത്തിൻ്റെ മേൽ നമുക്കൊരു ക്ലാരിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഒരു ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ഡൗട്ട് നമുക്ക് തീർക്കാൻ വേണ്ടിയിട്ട്, അതിൻ്റെ ഒരു ആൻസർ കിട്ടാൻ വേണ്ടിയിട്ട്, അത്തരം സാഹചര്യങ്ങളിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇത്തരം ലെറ്റേഴ്സ് എഴുതി ഉണ്ടാക്കുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ കീ എലമെൻറ്റ്സ്, അതായത് ഇങ്ങനെ ലെറ്റർ എഴുതി ഉണ്ടാക്കുമ്പോൾ അത് വളരെ ക്ലാരിറ്റിയോട് കൂടിയിട്ട് നമ്മൾ എഴുതണം. അതുപോലെ തന്നെ നമ്മൾ എന്തിനെക്കുറിച്ച്, നമുക്ക് എന്തിനെ പറ്റിയിട്ടാണ് അത് അറിയേണ്ടത്, ആ ഒരു കാര്യത്തിനെ പറ്റിയിട്ട് ആ ഒരു കാര്യം അവിടെ സ്പെസിഫൈ ചെയ്ത് പറയണം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ, ഒരു പ്രൊഡക്റ്റിൻ്റെ വിലയാണ് നമുക്ക് അറിയേണ്ടത്. അത് നമ്മൾ ഇൻഡയറക്റ്റ് ആയിക്കാണ്ടല്ല, അതിൻ്റെ വില എന്ന് പറഞ്ഞിട്ട് നമ്മളവിടെ എഴുതണം. അത് സ്പെസിഫൈ ചെയ്ത് കണ്ട് തന്നെ എഴുതണം. പിന്നെ പറയണത്, നമ്മൾ അവസാനം എന്ത് ചെയ്യുന്നു, നല്ലൊരു നന്ദിപൂർവ്വം നമ്മൾ താങ്ക്സ് പറഞ്ഞിട്ട് ഒരു കാം ആയിട്ടുള്ളൊരു റെസ്പെക്റ്റോട് കൂടിയിട്ടുള്ളൊരു താങ്ക്സ് ഒക്കെ അവിടെ എഴുതി വെക്കുക. അപ്പോൾ ഒരു ഉദാഹരണം പറയുന്നുണ്ടെങ്കിൽ, ഒരു സ്റ്റോക്ക്, ഇപ്പോൾ ഒരു കമ്പനിയാണ്, ഇവർക്ക് സ്റ്റോക്ക് വേണം സപ്ലയറിൻ്റെ കയ്യിൽ നിന്നും. അപ്പോൾ സപ്ലയർ ഇവർക്കൊരു പ്രൊഡക്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇവർക്ക് അതിൻ്റെ മേലൊരു ഡൗട്ട് വന്നപ്പോൾ ഈ ഒരു കമ്പനിത്തെ ആൾ ഈ സപ്ലയർക്ക് ഒരു ലെറ്റർ എഴുതുന്നു. ഇതെന്താണ്, ഇതിൻ്റെ ഒരു ശരിക്കുള്ള പർപ്പസ് എന്താ, ഇതിൻ്റെ ഉദ്ദേശം എന്താ, അങ്ങനെയൊക്കെ ചോദിച്ചൊരു ഇത് എഴുതുന്നു. അപ്പോൾ ആ സപ്ലയർ എന്ത് ചെയ്യുന്നു, അതിനൊരു മറുപടി കൊടുക്കുന്നു. ഇത് അങ്ങനെയാണ് അതിനൊരു മറുപടി കൊടുക്കുന്നു. അപ്പോൾ ഇതാണ് ഫസ്റ്റ് വൺ എൻക്വയറി ലെറ്റർ. ഇതിൻ്റെ സൈഡിൽ നിങ്ങൾക്ക് ആ ഒരു ഫോർമാറ്റ് കാണാം. അപ്പോൾ ഇങ്ങനെയാണ് ഒരു എൻക്വയറി ലെറ്റർ എഴുതുക. നെക്സ്റ്റ് വൺ സെയിൽസ് ലെറ്റർ. അതായത് ഒരു പ്രൊഡക്റ്റോ ഒരു പ്രൊഡക്റ്റിൻ്റെ സർവീസോ അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് വിൽക്കാനോ വേണ്ടിയിട്ട് അത് ജനങ്ങളിലോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ ടൈമുകളിൽ യൂസ് ചെയ്യുന്ന ലെറ്ററാണ് സെയിൽസ് ലെറ്റർ. അപ്പോൾ ഇവിടെ ഇത് എപ്പോഴാണ് ഉപയോഗിക്കുന്നത് വെക്കുമ്പോൾ, അതായത് ഒരു പ്രൊഡക്റ്റ് പുതുതായിട്ട് ലോഞ്ച് ചെയ്യുന്ന ടൈമാണെങ്കിൽ ആ ടൈമിൽ ഇത്തരം സെയിൽസ് ലെറ്റർ യൂസ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ ഓൾറെഡി ലോഞ്ച്ഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്, അത് ഇനിയും പുതിയ കൺസ്യൂമറിലോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, ഇത്തരം സെയിൽസ് ലെറ്റർ അവർ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ഇതിലുണ്ടാവേണ്ട കീ എലമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, അതായത് ഈ ഒരു ലെറ്റർ എന്ന് പറയുമ്പോൾ അതിൻ്റെ സ്റ്റാർട്ടിങ് ഒരു കൺസ്യൂമേഴ്സിന് അല്ലെങ്കിൽ ജനങ്ങളെ എന്ത് ചെയ്യണം, ആകർഷിക്കുന്ന സ്റ്റാർട്ടിങ്, അവർക്ക് ഇത് വായിക്കുമ്പോൾ തന്നെ ഒരു ആകർഷണം തോന്നണം, അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാക്കണം.
നെക്സ്റ്റ് എന്ന് പറയുന്നത് ആ ഒരു പ്രൊഡക്റ്റിനെ പറ്റിയിട്ടുള്ള എല്ലാ ഗുണങ്ങളും എല്ലാ ബെനഫിറ്റും അതിൻ്റെ പേർപ്പസ് അതിൻ്റെ ഗുണങ്ങളും എല്ലാം അതിൽ അടങ്ങിയിട്ടുണ്ടാവണം. അതുപോലെ തന്നെ അങ്ങനെ ഒരു കത്ത് കൊടുത്തതിന് ശേഷം അടിയിൽ അതിൻ്റെ ഏറ്റവും ലാസ്റ്റ് ഇത് ഒന്നുകിൽ ഓർഡർ നൗ, അല്ലെങ്കിൽ ഇത് എവിടെ നിന്നാണ് ബൈ ചെയ്യേണ്ടത്, അതിൻ്റെ ഒരു വെബ്സൈറ്റ്, അങ്ങനത്തെ ഇത് എവിടെ പോയാൽ വാങ്ങാൻ കിട്ടും, ഇപ്പോൾ ഓഫ്ലൈനോ അല്ലെങ്കിൽ ഓൺലൈൻ ആണെങ്കിൽ അല്ലെങ്കിൽ വെബ്സൈറ്റ്, ഈ എല്ലാ കാര്യങ്ങളും ആ ഒരു ലെറ്ററിൽ ഉണ്ടായിരിക്കണം. കാരണം കൺസ്യൂമേഴ്സിനെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കാൻ പാടില്ല, അവർക്ക് എല്ലാം ഒരുക്കി കൊടുക്കണം. അപ്പോൾ ഇതാണ് രണ്ടാമതാക്കി വരുന്ന സെയിൽസ് ലെറ്റർ. അതിൻ്റെ ഒരു ഫോർമാറ്റും ഇവിടെ ഉണ്ട്, സൈഡിലുണ്ട്. നെക്സ്റ്റ് ഓർഡർ ലെറ്റർ. അതായത് ഇപ്പോൾ ഒരു പ്രൊഡക്റ്റോ അല്ലെങ്കിൽ ഒരു സർവീസോ എന്തെങ്കിലും ആവശ്യമാവുന്ന സമയത്ത് അത് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ എഴുതുന്ന ഒരു ലെറ്ററാണ് എന്തെന്ന് പറയുന്നത്, ഓർഡർ ലെറ്റർ. അപ്പോൾ ഇതിൻ്റെ യൂസ് എന്താ, ഇത് എപ്പോഴാണ് ഉപയോഗിക്കേണ്ടത്? അതായത് ഇപ്പോൾ ഒരു കമ്പനി ആണെന്നുണ്ടെങ്കിൽ ആ കമ്പനിയിലോട്ട് സ്റ്റോക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു കമ്പനിയിലെ ഇപ്പോൾ ഒരു വ്യക്തി എന്ത് ചെയ്യുന്നു, സപ്ലയറിനെ കോൺടാക്ട് ചെയ്യണം, ലെറ്റർ വഴി കോൺടാക്ട് ചെയ്യുന്നു, ഇത്രത്തോളം പ്രൊഡക്റ്റ് ഇന്ന ഡേറ്റ് ആകുമ്പോഴേക്കും വേണം എന്ന് പറഞ്ഞുകൊണ്ട് സപ്ലയറിനെ അറിയിക്കുകയാണ് ഇവിടെ സ്റ്റോക്ക് ആവശ്യമാണ്. അപ്പോൾ ഈ ഒരു കമ്പനിയിലുള്ള വ്യക്തി എന്ത് ചെയ്യുന്നു, സപ്ലയറിന് ഒരു ലെറ്റർ കൊടുത്തുകൊണ്ട് അതിനെ അറിയിക്കുന്നു. അപ്പോൾ ഈ ഒരു ടൈമിലാണ് ഇത് നമുക്ക് യൂസ്ഫുൾ ആവുന്നത്. നമുക്ക് സ്റ്റോക്ക് ആവശ്യമുള്ള സമയത്താണ് ഇത്ര ലെറ്റേഴ്സ്, അതായത് ഓർഡർ ലെറ്റർ ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കീ എലമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഇങ്ങനൊരു ലെറ്റർ എഴുതുന്ന സമയത്ത് നമുക്ക് ഏത് പ്രൊഡക്റ്റാണ് വേണ്ടത്, എത്ര ക്വാണ്ടിറ്റിയോളം വേണം, അതുപോലെ തന്നെ ഏത് വിലൻ്റെയാണ് വേണ്ടത്, ഇത് വ്യക്തമായിട്ട് എഴുതിയിരിക്കണം. അതുപോലെ തന്നെ ഡെലിവറീനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളും എഴുതിയിരിക്കണം. അതായത് ഏത് ഡേറ്റിൽ ഡെലിവറി ചെയ്യണം, എപ്പോൾ ഡെലിവറി ചെയ്യണം, എവിടെ ഡെലിവറി ചെയ്യണം, ടൈം എല്ലാവരും സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിരിക്കണം. അതുപോലെ തന്നെ പേയ്മെൻറ്റിൻ്റെ കേസും പറയണം, ഓൺലൈൻ ആണോ അല്ലെങ്കിൽ ക്യാഷ് ഓൺ ഡെലിവറി, അങ്ങനെ ഏത് മോഡാണ് വേണ്ടതെന്നൊക്കെ അതിൽ വ്യക്തമായിട്ട് ആ ഒരു കത്തിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ ഇതാണ് തേർഡ് വൺ, ഓർഡർ ലെറ്റർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് കംപ്ലയിൻറ്റ് ലെറ്റർ. അതായത് ഇപ്പോൾ ഒരു പ്രൊഡക്റ്റിൻ്റെ മേലെയോ അല്ലെങ്കിൽ ഒരു സർവീസിൻ്റെ മേലെയോ എന്തെങ്കിലും കംപ്ലയിൻറ്റ്, ഒരു പരാതി ഉണ്ട് എന്നുണ്ടെങ്കിൽ അങ്ങനെ പരാതി അറിയിക്കേണ്ട ഒരു ലെറ്ററാണ് എന്ത്, കംപ്ലയിൻറ്റ് ലെറ്റർ എന്ന് പറയുന്നത്. ഇത് എപ്പോഴാണ് യൂസ് ചെയ്യുന്നത്? അതായത് ഇപ്പോൾ ഒരു ലാപ്ടോപ്പ് നമ്മൾ വാങ്ങി, പക്ഷെ ആ ലാപ്ടോപ്പിൽ നമ്മൾ ഉദ്ദേശിച്ച അത്ര ഒരു സാറ്റിസ്ഫാക്ഷൻ നമുക്ക് കിട്ടിയില്ല, മേ ബി പ്രൊഡക്റ്റ് അത്ര ഒരു സ്മൂത്ത് അല്ലേ, കാരണം ഒന്നും നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു ഫെസിലിറ്റീസ് ഒന്നും ഈ ഒരു ലാപ്ടോപ്പിന് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മളത് സാറ്റിസ്ഫൈഡ് അല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു കംപ്ലയിൻറ്റ് ലെറ്റർ അവിടെ ഫോം ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെ കീ എലമെൻറ്റ്സ്, അതായത് ഇത്ര ഒരു കംപ്ലയിൻറ്റ് ലെറ്റർ എഴുതുന്ന സമയത്ത് എന്തൊക്കെ കീ എലമെൻറ്റ്സ് അതിൽ ഉണ്ടായിരിക്കണം, അതായത് എന്താണ് നമ്മുടെ കംപ്ലയിൻറ്റ് അതതിൽ വ്യക്തമായിട്ട് എഴുതിയിരിക്കണം. നമ്മൾ എന്താണ് അതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്, അതായത് ഇനി റീഫണ്ട് ആണോ അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ആണോ, എന്താണ് നമ്മൾ അതിൽ ഈ ഒരു കംപ്ലയിൻറ്റോട് ഉദ്ദേശിക്കുന്നത് നമ്മൾ അവിടെ വ്യക്തമാക്കിയിരിക്കണം. അതുപോലെ തന്നെ കംപ്ലയിൻറ്റ് എഴുതുന്ന സമയത്ത് വളരെ കാമായിട്ടും നല്ലൊരു ലാംഗ്വേജ്, പ്രോപ്പർ ആയിട്ടുള്ളൊരു ഗുഡ് ലാംഗ്വേജ് യൂസ് ചെയ്തുകൊണ്ട് ആയിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഒരു കംപ്ലയിൻറ്റ് ലെറ്റർ എഴുതേണ്ടത്. അപ്പോൾ ഇതാണ് ഫോർത്ത് വൺ. നെക്സ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ലെറ്റർ. അതായത് ഒരു പരിഹാര കത്ത്. ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്തു, ഒരു കംപ്ലയിൻറ്റ് ലെറ്റർ കിട്ടി, ആ ഒരു കംപ്ലയിൻറ്റ് ലെറ്ററിനെ റിട്ടേൺ ചെയ്യുന്ന, അതായത് ഒരു കംപ്ലയിൻറ്റ് ലെറ്റർ കിട്ടിയിട്ട് അതിനെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്നും, അതായത് ആർക്കാണോ കിട്ടിയത് അവർ അത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന ഒരു ലെറ്ററാണ് എന്ത്, അഡ്ജസ്റ്റ്മെൻറ്റ് ലെറ്റർ, അതായത് പരിഹാര കത്ത്. അത് എപ്പോഴാണ് യൂസ് ചെയ്യാം? അതായത് ഒരു വ്യക്തി ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്തു, ആ ഒരു പ്രൊഡക്റ്റ് ഡാമേജഡോ എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ഒരു വ്യക്തി കംപ്ലയിൻറ്റ് ലെറ്റർ കൊടുക്കുന്നു. അപ്പോൾ ആ ഒരു കംപ്ലയിൻറ്റ് ലെറ്റർ, അങ്ങനെ ഒരു കംപ്ലയിൻറ്റ് ലെറ്റർ കിട്ടുമ്പോഴാണ് ഇങ്ങനൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ലെറ്റർ ഉണ്ടാക്കേണ്ട സാഹചര്യം വരുന്നത്. ഇതിൽ എന്തൊക്കെ എലമെൻറ്റ്സ് ഉണ്ടായിരിക്കണം? അതായത് ഇങ്ങനൊരു ലെറ്റർ എഴുതുമ്പോൾ വളരെ കുലീനമായിട്ട്, എന്താ പറയുക, വളരെ റെസ്പെക്റ്റോട് കൂടിയിട്ട് വേണം അവർക്ക് ലെറ്റേഴ്സ് എഴുതാൻ. അതുപോലെ തന്നെ ഇവരുടെ ഭാഗത്ത് നിന്നുകൊണ്ടുള്ള തെറ്റ് ഇവർ വിശദീകരിച്ച് പറയണം. ഫോർ എക്സാമ്പിൾ പറയുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ മീഷോന്ന് 12-ാം തീയതി ഒരു ഓർഡർ നമ്മൾ ഡെലിവറി ആവുമെന്ന് പറഞ്ഞു, പക്ഷെ അത് നേരെ 20th അപ്പോൾ നമ്മളൊരു എന്ത് ചെയ്യുന്നു, ഒരു കംപ്ലയിൻറ്റ് ലെറ്റർ ഫോം ചെയ്യുന്നു. അവർ അതിന് പരിഹാരമായിട്ട് ലെറ്റർ ചെയ്യാണ്. അവർ എന്തുകൊണ്ടാണ് ഇങ്ങനെ ലോങ് ആവാൻ കാരണം, ഇത്രയും ഡേയ്സ് എടുക്കാനുള്ള കാരണം അവർ വിശദീകരിച്ച് പറയുന്നു. ഇനി ഇതിന് അവരെന്ത് ചെയ്യും, ഇതിന് പരിഹാരമായിട്ട് അവരെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ വിത്തിൻ 2 days കൊണ്ട് ഇത് ഡെലിവറി ചെയ്യാം, അങ്ങനെ ഒരു പരിഹാരം കയ്യിൽ ഉൾപ്പെടുത്തുന്നു. അപ്പോൾ അവർ വിശദീകരിക്കണം എന്തൊക്കെയാണ്, എന്തുകൊണ്ടാണ് ഇങ്ങനൊരു ഡാമേജ് അല്ലെങ്കിൽ ഇങ്ങനെ തെറ്റ് വരാൻ
കാരണമായതെന്നും അതുപോലെ തന്നെ ഇനി ഇതിൻ്റെ റീഫണ്ടോ അങ്ങനെ എന്താണ് അവർക്ക് നൽകേണ്ടതെന്നൊക്കെ അവരതിൽ വിശദീകരിക്കണം. അപ്പോൾ ഇതാണ് എന്ത് അഡ്ജസ്റ്റ്മെൻറ്റ് ലെറ്റർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് റെസിഗ്നേഷൻ ലെറ്റർ, അതായത് രാജിക്കത്ത്. അതായത് ഒരു വ്യക്തിക്ക് ഇപ്പോൾ പുതിയൊരു നല്ലൊരു ജോലിയിലോ ഓപ്പർച്യൂണിറ്റി കിട്ടുന്ന സമയത്ത് അദ്ദേഹം എന്ത് ചെയ്യുന്നു, ഇപ്പോൾ നിലവിലുള്ള ആ ഒരു കമ്പനിയിൽ നിന്നും രാജിവെക്കുകയാണ്. അതായത് അവിടെ നിന്നും റിസൈൻ ചെയ്യാനെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട്, മറ്റുള്ളവരെ അറിയിക്കാൻ വേണ്ടിയിട്ട് എഴുതുന്ന ഒരു ലെറ്ററാണ് എന്തെന്ന് പറയുന്നത് റെസിഗ്നേഷൻ ലെറ്റർ എന്ന് പറയുന്നത്. ഇത് എപ്പോഴാണ് യൂസ് ചെയ്യുന്നത്? ഒരു വ്യക്തിക്ക് ആ ഒരു കമ്പനിയിൽ നിന്നും ആ ഒരു ജോലി ഉപേക്ഷിച്ച് പോവേണ്ട ഒരു സിറ്റുവേഷൻ വരുമ്പോഴാണ് ഈ ഒരു ലെറ്റർ അവിടെ ഫോം ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ലെറ്ററിൽ ഉണ്ടാവേണ്ട കീ എലമെൻറ്റ്സ് എന്തൊക്കെയാണ്? അതായത് എന്നാണ് റെസിഗ്നേഷൻ ചെയ്യണത്, അതിൻ്റെ തീയതി ഉണ്ടായിരിക്കണം, പിന്നെ വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള ലാംഗ്വേജ് വേണം യൂസ് ചെയ്യാൻ, അതുപോലെ തന്നെ നന്ദി അവരേക്ക് അറിയിക്കണം. അപ്പോൾ ഇതാണ് എന്താ റെസിഗ്നേഷൻ ലെറ്റർ. നെക്സ്റ്റ് ആക്നോളജ്മെൻറ്റ് ലെറ്റർ. അതായത് ഇവിടെ ഒരു വ്യക്തിക്ക് ഇപ്പോൾ ഒരു കോൺട്രാക്റ്റ് ലഭിച്ചു, അല്ലെങ്കിൽ ഒരു ഡോക്യുമെൻ്റ് ലഭിച്ചു, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ് റിസീവ് ചെയ്തു, ഇങ്ങനെ അത് റിസീവ് ചെയ്തു എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് അവർ എഴുതുന്ന ലെറ്ററാണ് ഇത് ആക്നോളജ്മെൻറ്റ് ലെറ്റർ എന്ന് പറയുന്നത്. ഇത് എപ്പോഴാണ് യൂസ് ചെയ്യുന്നത്? ഒരു പ്രൊഡക്റ്റ് റിസീവ് ചെയ്ത് കഴിഞ്ഞ് അതിന് റെസ്പോൺസ് ആയിട്ട് കൊടുക്കുന്ന ഒരു ലെറ്ററാണ് ഇത്തരം ലെറ്റർ. അതുപോലെ തന്നെ ഇതിൽ ഉണ്ടാവേണ്ട കാര്യങ്ങൾ എപ്പോൾ ലഭിച്ചു, എന്ന് ലഭിച്ചു എന്നുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ പ്രൊഫഷണൽ ലാംഗ്വേജ് യൂസ് ചെയ്തുകൊണ്ട് നന്ദി പറയണം. പിന്നെ അടുത്ത എന്തെങ്കിലും നമുക്ക് ഒരു സജഷൻ കൊടുക്കാനോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് അവിടെ എഴുതി ചേർക്കാം. നെക്സ്റ്റ് അപ്പോയിൻമെൻറ്റ് ലെറ്റർ. അതായത് ഒരു വ്യക്തിക്ക് ഇപ്പോൾ അവിടെ ഒരു ജോലി കിട്ടുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു കമ്പനിയിലുള്ള വ്യക്തികൾ ആ ഒരു വ്യക്തിയെ ജോലിക്കായിട്ട് നിയമിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് ശേഷം അവർ നിയമിച്ചു എന്നറിയിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ലെറ്ററാണ് അപ്പോയിൻമെൻറ്റ് ലെറ്റർ. ഇത് എപ്പോഴാണ് യൂസ് ചെയ്യുക? അതായത് ആ ഒരു കമ്പനിയിൽ ആ ഒരു റൈറ്റ് പൊസിഷനിൽ ഒരു വ്യക്തിനെ കണ്ടുപിടിക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ അറിയിക്കാൻ വേണ്ടിയിട്ട് എഴുതുന്ന ലെറ്ററാണ് അപ്പോയിൻമെൻറ്റ് ലെറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഉണ്ടായിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതായത് ജോലി എന്താണെന്നും, ജോലിയുടെ ശമ്പളം എത്രയാണെന്നും, അവിടുന്ന് കിട്ടുന്ന ആനുകൂല്യങ്ങൾ, അതുപോലെ തന്നെ ആ ഒരു കമ്പനീൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടായിരിക്കണം. അങ്ങനത്തെ കമ്പനിയുമായിട്ട് ഉള്ള എല്ലാ കാര്യങ്ങളും ആ ഒരു അപ്പോയിൻമെൻറ്റ് ലെറ്റർ, കമ്പനിയുമായിട്ടുള്ളതല്ല, അദ്ദേഹത്തെ ബാധിക്കുന്നതും അദ്ദേഹം അറിഞ്ഞിരിക്കേണ്ടതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ആ ഒരു അപ്പോയിൻമെൻറ്റ് ലെറ്ററിൽ ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് ടെർമിനേഷൻ ലെറ്റർ. അതായത് ഒരു വ്യക്തിനെ ഒരു സ്ഥാപനത്തിൽ നിന്ന് പിരിച്ചു വിട്ടു എന്നറിയിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ലെറ്ററാണ് ടെർമിനേഷൻ ലെറ്റർ. അപ്പോൾ അതിൻ്റെ ഉദ്ദേശം എന്താണ്? അതായത് ഒരു വ്യക്തിനെ ആ ഒരു സ്ഥാപനത്തിൽ നിന്നും അവിടുന്ന് ആ ഒരു സ്ഥാപനത്തിൽ നിന്നും ഒഴിവാക്കി നീക്കം ചെയ്തു എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തയക്കുന്ന ഒരു ലെറ്ററാണ് ടെർമിനേഷൻ ലെറ്റർ. അപ്പോൾ ഇത് എപ്പോഴാണ് യൂസ് ചെയ്യുന്നത്? ആ ഒരു സ്ഥാപനത്തിൽ നിന്ന് ഒരു ജോലിക്കാരനെ ഒഴിവാക്കേണ്ട സിറ്റുവേഷൻ വരുന്ന സമയത്താണ് ഇത്തരം ലെറ്റേഴ്സ് യൂസ് ചെയ്യേണ്ട ആവശ്യം വരുന്നത്. അപ്പോൾ ഇതിൻ്റെ കീ എലമെൻറ്റ്സ് എന്തൊക്കെയാണ്? അതായത് ആ ഒരു ജോലിക്കാരനെ എന്തുകൊണ്ടാണ് അവിടുന്ന് ഒഴിവാക്കാൻ റീസൺ എന്നതിൽ വ്യക്തമാക്കിയിട്ടുണ്ടായിരിക്കണം. അതുപോലെ തന്നെ അദ്ദേഹം എന്നാണ് അവിടുന്ന് ടെർമിനേറ്റ് ചെയ്യുന്നത്, അതായത് എന്നാണ് അവിടെ നിന്നും അദ്ദേഹം ഇറങ്ങിപ്പോണത് എന്നുള്ള ആ ഒരു ഡേറ്റ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ അദ്ദേഹത്തിന് മറ്റുള്ള സാലറീസോ എന്തെങ്കിലും അദ്ദേഹത്തിന് കൊടുത്തു വീട്ടാനുള്ളതുണ്ടോ എന്നുണ്ടെങ്കിൽ അതൊക്കെ അവിടെ വ്യക്തമായിട്ട് എഴുതിയിരിക്കണം. അപ്പോൾ ഇതാണ് ടെർമിനേഷൻ ലെറ്റർ. നെക്സ്റ്റ് അപ്പോളജി ലെറ്റർ. അതായത് ക്ഷമ ചോദിക്കുന്ന ഒരു ലെറ്റർ, ക്ഷമക്കത്താണ്. അതായത് ഇപ്പോൾ ആ ഒരു കമ്പനിയിൽ എന്തെങ്കിലും ഒരു സർവീസിൻ്റെ മേലെയോ അല്ലെങ്കിൽ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് നമുക്കവിടെ നമ്മുടെ കയ്യിൽ നിന്ന് തെറ്റുണ്ട്, അപ്പോൾ അതിന് നമ്മൾ ക്ഷമ ചോദിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ലെറ്ററാണ് അപ്പോളജി ലെറ്റർ എന്ന് പറയുന്നത്. അതെപ്പോഴാണ് യൂസ് ചെയ്യുന്നത്? അതായത് തൻ്റെ കയ്യിൽ നിന്നും തൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ, അത് മറ്റുള്ളൊരു വ്യക്തിക്ക് ഹേർട്ടായി കഴിഞ്ഞാൽ അതിനെ ഉൾക്കൊണ്ട് ഇദ്ദേഹം എന്ത് ചെയ്യുന്നു? അദ്ദേഹത്തോട് അപ്പോളജി, ക്ഷമ ചോദിക്കുക. അത്തരം സിറ്റുവേഷനിലാണ് ഇങ്ങനത്തെ ലെറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ കീ എലമെൻറ്റ്സ്, അതായത് തെറ്റ് സ്വയം സമ്മതിക്കണം, അതുപോലെ തന്നെ അദ്ദേഹത്തെ ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി താൻ എന്ത് ചെയ്യണം എന്നുള്ള കാര്യം അതിൽ വ്യക്തമായിട്ട് എഴുതിയിരിക്കണം. അതുപോലെ തന്നെ അദ്ദേഹത്തോട് ശരിക്കും അദ്ദേഹത്തിനോട് ഉൾത്തട്ടിക്കൊണ്ട് ക്ഷമ ചോദിക്കണം. നെക്സ്റ്റ് പ്രപ്പോസൽ ലെറ്റർ. അതായത് നമുക്കൊരു പുതിയൊരു ഐഡിയ, ഒരു ആശയം
നമ്മുടെ കയ്യിൽ നമ്മുടെ അടുത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മറ്റുള്ളവരെ അറിയിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ലെറ്ററാണ് എന്ത് പ്രപ്പോസൽ ലെറ്റർ. ഇത് എപ്പോഴാണ് ഉപയോഗിക്കുക? അതായത് ഒരു വ്യക്തിക്ക് ഒരു പുതിയൊരു ആശയം, ഒരു കമ്പനീൻ്റെ ബേസിലോ എന്തെങ്കിലും ഒരു ആശയം വരികയാണെന്നുണ്ടെങ്കിൽ അത് മറ്റുള്ളവരെ അറിയിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ആ ഒരു സന്ദർഭങ്ങളിൽ യൂസ് ചെയ്യുന്ന ലെറ്ററാണ് എന്ത് പ്രപ്പോസൽ ലെറ്റർ. അപ്പോഴാണ് ഈ ഒരു ലെറ്റർ നമുക്ക് യൂസ്ഫുൾ ആയിട്ട് വരുന്നത്. അപ്പോൾ അതിൽ ഉണ്ടാവേണ്ട കാര്യങ്ങൾ ഐഡിയ എന്താണെന്ന് വിശദീകരിച്ച് പറഞ്ഞിരിക്കണം. അതുപോലെ തന്നെ ഇതുകൊണ്ടാണ് പ്രോഫിറ്റും നമുക്ക് ഇതുകൊണ്ട് എന്തൊക്കെ ലാഭം ഉണ്ടാകുന്നു, എന്തൊക്കെ നഷ്ടം ഉണ്ടാകുന്നു എന്നൊക്കെ വിശദീകരിച്ചിട്ടുണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഇവിടെ ഇത് കൂടുതൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരുമായിട്ട് മീറ്റിംഗ് ഉണ്ടാക്കിയിരിക്കണം. അപ്പോൾ ഇതാണ് ടൈപ്സ് ഓഫ് ലെറ്റേഴ്സ് 11 ഉണ്ട്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് പാർട്ടായിട്ട് എന്താണ് ബിസിനസ് ലെറ്റർ, അതിൻ്റെ യൂസ്, ക്യാരക്ടറിസ്റ്റിക്സ്, അതിൻ്റെ മോഡൽസ്, അതിൻ്റെ ടൈപ്സ്. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ.